മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 26/10/1991 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രോഹിണിയാണ് നക്ഷത്രം. രോഹിണി 4-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ കേതു. 2-ൽ ഗുളികൻ. 3-ൽ ശുക്രൻ, വ്യാഴം. 4 ശൂന്യം. 5-ൽ സൂര്യൻ, ബുധൻ, കുജൻ. 6 ശൂന്യം. 7-ൽ രാഹു. 8-ൽ ശനി. 9, 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായി പ്രശ്നങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. എന്തുകൊണ്ടാണത്? ലഗ്നത്തിൽ കേതു. ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് രാഹു. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ശുക്രനോടൊപ്പം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ സമയത്തും കൃത്യമായ ജാതക പരിശോധനയും ഒന്നും നടത്തിയല്ല വിവാഹം കഴിക്കുന്നതെങ്കിൽ ഡിവോഴ്സ് തന്നെ ആവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണിത്. ഈ ഗ്രഹനിലയുടെ സ്വഭാവം വെച്ച് പ്രത്യേകിച്ചും 2000 തൊട്ട് 2018 വരെയുള്ള കാലം രാഹുദശയുമായിരുന്നു. 7-ലെ രാഹു, 7-ാം ഭാവാധിപൻ, വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഭാവങ്ങളിലേക്കാണ് രാഹു ദൃഷ്ടി ചെയ്യാറുള്ളത്. അപ്പോൾ 12-ൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ 6-ാം ദൃഷ്ടിയും ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിലേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ 7-ാം ദൃഷ്ടിയും അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്കും ഇവിടെ 7-ാം ഭാവാധിപനായ ഗ്രഹം ഗുരു, ഈ 2 ഗ്രഹങ്ങളിലേക്കും രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപനായ സൂര്യൻ നീചസ്ഥനായി നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടിയും വരുന്നു. അതിനോടൊപ്പം കുജൻ, ബുധൻ, രണ്ടും ശത്രുതയുള്ള ഗ്രഹങ്ങളാണ്. ഇതൊന്നും തന്നെ ഈ വ്യക്തിക്ക് നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. അതുപോലെ തന്നെയാണ് 2-ലെ ഗുളികൻ. 2-ലെ ഗുളികൻ കൃത്യമായി ഗുളികൻ്റെ 2-ാം ദൃഷ്ടി, ഗുളികൻ ഒരു ഗ്രഹനിലയിൽ ദൃഷ്ടി ചെയ്യാറുള്ളത് നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വിവാഹാധിപനിലേക്കും വിവാഹകാരകനിലേക്കും വന്നു. ആ രാശിയുടെ അധിപൻ നീചസ്ഥനായി നിൽക്കുന്നു. അവിടേക്ക് ശത്രുവായ ശനിയുടെ 10-ാം ദൃഷ്ടി വരുന്നു. അതുപോലെ തന്നെയാണ് ഗുളികൻ ലഗ്നത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അറിവിൻ്റെ കാരകനാണ് ബുധൻ. മിഥുനം, കന്നി, ഈ 2 രാശികളെയും ഭരിക്കുന്നത് അറിവിൻ്റെ നാഥനായിട്ടുള്ള ബുധനാണ്. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ വ്യക്തി സംബന്ധമായിട്ട് ചിന്തകൾ, കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വാക്കുകൾ, പ്രവർത്തികൾ പോലെയുള്ള കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. സംസാരം നോർമലി ഒരാൾ സംസാരിക്കുന്നതിനപ്പുറം എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത സംസാര സംബന്ധമായിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാത്രവുമല്ല ഗുളികൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെ രാശിയിലുമാണ്. ചന്ദ്രനാകട്ടെ രാഹുവിൻ്റെ 6-ാം ദൃഷ്ടിയിലും നിൽക്കുന്നു. ഇതൊന്നും തന്നെ പോസിറ്റീവായിട്ടുള്ള സയൻസ് അല്ല എന്ന് തീർത്തും പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. അവിടെ നിൽക്കുന്നത് നീചസ്ഥനായി സൂര്യൻ, ബുധൻ, കുജൻ. 5-ാം ഭാവാധിപൻ കൂടാണ് ശുക്രൻ. ഇവിടെ ആ ശുക്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അവിടേക്ക് രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വാഭാവികമായിട്ടൊക്കെ പെരുമാറാനോ ചിന്തിക്കാനോ പറയാനോ ഒക്കെയുള്ള ഒരു സാധ്യത കൂടുതലാണ്. നവാംശം എടുത്തു കഴിഞ്ഞാൽ നവാംശത്തിലും ഗുളികൻ നിൽക്കുന്നത് കർക്കിടകത്തിൽ തന്നെയാണ്. അവിടെ ചന്ദ്രനും നവാംശത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് ഒട്ടും നല്ല ഒരു സൂചനയല്ല എന്ന് പറയേണ്ടി വരും.
ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഓരോ കാര്യങ്ങളും ഇടപെടാനായിട്ട്. അതല്ലാത്ത പക്ഷം കാശ് കയ്യിൽ നിന്നും ഒഴുകി തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായ ഉപദേശങ്ങൾ തേടി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പണം ഇടപാട് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം വ്യക്തികൾ ഇടപെടാകൂ എന്ന് സാരം. അതുപോലെ തന്നെയാണ് ശനിയുടെ 1, 2, 3, 4, 5, 6, 7 2ലേക്ക് ഗുളികൻ നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ 7ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 3, 7, 10 ഈ 3 ഇടങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ്. അപ്പോൾ ഗുളികൻ നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു. അതുപോലെ തന്നെ മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് ശനിയുടെ ദൃഷ്ടി വന്നു. മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും സ്ഥാനമാണ് 5. അതിൻ്റെ അധിപനാണ് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ സന്താന ഭാഗ്യം കുറവായിരിക്കാം, അതിനുള്ളൊരു സാധ്യത അതുകൂടെ മുന്നിൽ കാണേണ്ടതുണ്ട്. വിവാഹ സംബന്ധമായിട്ട് ഒട്ടും നല്ലതല്ല. അനുയോജ്യമല്ലാത്ത വിവാഹം കഴിക്കണമെന്നും അതുവഴി അപ്രിയകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അനിഷ്ടകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും ഒരവസ്ഥ ഈ ഗ്രഹനിലയ്ക്ക് പൊതുവേ ഉണ്ട്. അപ്പോൾ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തും കൃത്യമായി ജാതക പരിശോധനയും ഗ്രഹനിലയും ഒക്കെ കൃത്യമായി പരിഗണിച്ചും വിവാഹം നടത്തി കൊടുത്താൽ അല്ലെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ അനുഭവിച്ച അത്രയും, അതല്ല എങ്കിൽ നേരിട്ട അത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത് ഡിവോഴ്സായി പോവുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം രാഹു ദശയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. 7ലൊക്കെ രാഹു വന്ന് നിൽക്കുകയും ആ സമയത്ത് രാഹു അല്ലെങ്കിൽ രാഹുൽ കേതു പോലെയുള്ള അപഹാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നടത്തി കൊടുക്കാതിരിക്കുക. നടത്തി കൊടുത്താൽ അത് തമ്മിൽ തല്ലി പിരിയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സാഹചര്യങ്ങൾ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും വേർപിരിയുക എന്ന് പറയുന്ന വാക്കിനാണ് അവിടെ പ്രാധാന്യം പല ആളുകൾക്കും കണ്ടുവരുന്നത്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ചില ആളുകൾക്ക് 7ലൊക്കെ രാഹു നിൽക്കും. വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന ശുക്രൻ നല്ല ബലത്തോടു കൂടി ശുഭഗ്രഹ ദൃഷ്ടിയിൽ നല്ല പൊസിഷനിലായിരിക്കും. ചിലപ്പോൾ മാളവ്യ യോഗം തന്നെ കൊടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ ഫലത്തിൽ നെഗറ്റീവായിട്ടുള്ള ഫലത്തിൽ അത് മാറി പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളിലേക്ക് വരും. പക്ഷേ 7ൽ രാഹു എന്ന് പറയുന്ന നെഗറ്റീവിനനുസരിച്ചുള്ള ഒരു പാർട്ട്ണറെ തന്നെ ആയിരിക്കണം, അത്തരം ചേരുന്ന ഗ്രഹനില തന്നെ ആയിരിക്കണം ആ വ്യക്തി ചേർക്കേണ്ടതും. എന്നാൽ അത് വഴിമാറി പോവുക തന്നെ ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗംഭീരമായി ജീവിതം മുന്നോട്ട് പോകുന്ന 7ൽ രാഹു അല്ലെങ്കിൽ കേതു ഒക്കെ നിന്നിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് ആർക്കൊപ്പം എങ്ങനെ ചേർക്കുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്രഹനില ചേർക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഏത് സമയത്ത് ചേർക്കുന്നു എന്നതും അതിലേറെ പ്രധാനമാണ്. വ്യാഴദശയാണ് ഒരാൾക്ക് എന്ന് കരുതി ഉടനെ വിവാഹം അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്കെല്ലാം യോജ്യമെന്നൊരർത്ഥമൊന്നുമില്ല. വ്യാഴത്തിൽ എന്ത് അപഹാരം നടക്കുന്നു, പ്രത്യേകിച്ചും കേതു പോലെയുള്ള രാഹു പോലെയുള്ള അപഹാരങ്ങളൊക്കെ ഒഴിവാക്കി ശുഭകാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അത് വിജയത്തിലെത്താനുള്ള സാധ്യത, നല്ല പൊസിഷനിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അത് നന്നായി തന്നെ വരും. ഇപ്പോൾ ഈ വ്യാഴം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നത് 3ൽ ശുക്രനോടൊപ്പം ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്, രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. അത്ര ബെറ്ററായിട്ടുള്ള സൽഫലങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു വ്യാഴമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ വലിയ നിരാശകളില്ലാതെ വലിയ വിഷമങ്ങളില്ലാതെ പോകാൻ സാധിക്കുമെന്ന് സാരം. അതുപോലെ തന്നെയാണ് ഈ വ്യക്തി കൃത്യമായി ലഗ്നത്തെക്കൊണ്ടും കൃത്യമായി 5ാം ഭാവത്തെക്കൊണ്ടും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോവുക. ഇത് രണ്ടും ചെയ്യുക വഴി ആ വ്യക്തിക്ക് കൂടുതൽ ധൈര്യം, ആത്മവിശ്വാസം, ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനുള്ള ഒരു മനോബലം തീർച്ചയായിട്ടും ഉണ്ടാകും. ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് കുടിമുടിയും കയറാം. അതൊരു ചൊല്ല് മാത്രമല്ല, പ്രായോഗികമായ സത്യം തന്നെയാണ്. അപ്പോൾ ലഗ്നത്തെക്കൊണ്ടും 5ാം ഭാവത്തെക്കൊണ്ടും ഈ വ്യക്തി കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. ഇത് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രദശയിലായിരുന്നു ജനനം. 93 വരെ ചന്ദ്രൻ,
അതിനുശേഷം 7 കൊല്ലം ചൊവ്വ 2000 വരെ, അതിനുശേഷം രാഹു 2018 വരെ, അതിനുശേഷം ഗുരു അതായത് വ്യാഴം 2034 വരെ. ഇപ്പോഴത്തെ നടപ്പ് ദശയും വ്യാഴദശ തന്നെയാണ് 2018 തൊട്ട്. ശേഷമാണ് ശനി 2053 വരെ. ശേഷം ബുധൻ 2070 വരെ. അതിനുശേഷമാണ് കേതു ദശയുടെ വരവ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഈ പറഞ്ഞ പ്രകാരത്തിലാണ്. ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുദശയിൽ ബുധൻ്റെ അപഹാരമാണ്. ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴവും നീചസ്ഥനായ സൂര്യനോടൊപ്പം ശത്രുവായ കുജനോടൊപ്പം നിൽക്കുന്ന ബുധനും. ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടുന്ന സമയം എന്നർത്ഥം. അതിനുശേഷം വരുന്നത് ഗുരുവിൽ കേതുവാണ്. ഈ കേതുവിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് കേതു ലഗ്നത്തിൽ നിൽക്കുന്നു. കേതുവിൻ്റെയൊക്കെ അപഹാരം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കേതുവിനെ മാത്രമല്ല അവിടെ ഡീല് ചെയ്യേണ്ടത്. രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയും എവിടെയാണോ കേതു നിൽക്കുന്നത് രാഹുവിൻ്റെ 7ാം ദൃഷ്ടി അവിടേക്കും ഉണ്ടാകും ഏതൊരു ഗ്രഹനിലയിലും. അപ്പോൾ രാഹു അവിടെ ആക്റ്റീവ് ആയിരിക്കുമെന്ന് സാരം. അപ്പോൾ അതിൻ്റെയും കൂടെ ഫലങ്ങൾ അനുഭവിക്കാൻ ഈ വ്യക്തി അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും നിർബന്ധിതനാകും. ഗുരുവിൽ ബുധൻ്റെ അപഹാരം 2025 ജൂൺ 28 തീയതി വരെയാണ്. അതായത് കൃത്യം പറഞ്ഞാൽ നാളെ വരെ. അതിനുശേഷമാണ് ഗുരുവിൽ കേതു 2026 ജൂൺ 3 വരെ. അപ്പോൾ ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചു പോകേണ്ടത്. പൊതുവേ ഈ വ്യാഴത്തെ ശ്രദ്ധിക്കുക തന്നെ വേണം. വർഗോത്തമം ചെയ്താണ് വ്യാഴം നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴമെന്ന് പറയുമ്പോൾ വലിയ ബലം എന്നൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇത്തരം മോശം അപഹാരങ്ങൾ വരുന്നത്. ഇവിടെ ബുധൻ നീചസ്ഥനായ ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നു, ശത്രുവിനോടൊപ്പം നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ കേതു ദശ വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ലഗ്നത്തെ കൊണ്ടും അതുപോലെ തന്നെ 5ാം ഭാവത്തെ കൊണ്ടും ഒക്കെ കൃത്യമായ പരിഹാരങ്ങൾ എടുത്ത് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.